Good morning, students. ഇന്ന് നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടി ജി അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടി എം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോത്ത് ടി ജി ആൻഡ് ടി എം? ഇതിനെപ്പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാം. We know that during melting of a polymer, what happened? Obviously, there is the rearrangement of molecules. This rearrangement of these molecules tends to the transformation from ordered to the disordered molecular states. What is the theory behind this? That is nothing but the thermal vibrations. Okay. One of the important factor that influence TG is molecular structure. Molecular structure. This molecular structure influence the stability of the polymer chain molecules to make these rearrangements, and also or thereby it affects the melting temperature and glass transition temperature. And the next factor is chain stiffness. Chain stiffness. The chain stiffness, which is controlled by the ease of rotation about the chemical bonds along which or along the chain, it has the pronounced effect. അതായത് സപ്പോസ് ഒരു പോളിമേഴ്സിൽ നമുക്കറിയാം ഇറ്റ് ഹാസ് നെറ്റ്വർക്ക് മോളിക്യൂൾസ്. സോ ഇറ്റ് ഹാസ് സോ മെനി സിംഗിൾ ബോണ്ട്സ് ആൻഡ് ഡബിൾ ബോണ്ട്സ്. ബോണ്ടിങ് സ്ട്രോങ് ആകുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നു? സ്റ്റിഫ്നെസ്സും സ്ട്രോങ് ആകും. സപ്പോസ് ബോണ്ടിങ് സ്ട്രോങ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സും അതിനനുസരിച്ച് വീക്ക് ആകും. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷനും ഈസാകും, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ കുറച്ചും കൂടി എളുപ്പമാകും. നമുക്കിതിന് മറ്റൊരു തരത്തിൽ പറയാം, ദ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഫാക്ടറാണ്? ചെയിൻ സ്റ്റിഫ്നെസ് ആണ്. So the chain stiffness which is controlled by the ease of rotation about the chemical bond. So obviously there is another factor is the presence of double bond. Presence of double bond. Double bondന്റെ ഒപ്പം തന്നെ മറ്റൊന്ന് കൂടി നമുക്ക് എഴുതാം, and aromatic groups. Aromatic groups. നമുക്കറിയാം പോളിമേഴ്സിൽ സോ മെനി സിംഗിൾ ബോണ്ട്സ് ഉണ്ടാകും, ഡബിൾ ബോണ്ട്സ് ഉണ്ടാകും. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻസ് ഓഫ് ദി ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. ഒരേ മോളിക്യൂൾസ് തന്നെയാണെങ്കിൽ നമ്മൾ തന്നെ ഹോമോപോളിമർ എന്ന് പറയാം, അല്ലാത്ത പക്ഷം അതിന് ഹെട്രോപോളിമർ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഉള്ളപ്പോൾ തന്നെ അതിന് നമുക്കറിയാം ഡിഫറെൻറ്റ് മോളിക്കുലർ വെയ്റ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ട്സ് ഉണ്ടാകും, ഡബിൾ ബോണ്ട്സ് ഉണ്ടാകും. ചില കേസസിലൊക്കെ ആരോമാറ്റിക് റിങ്സ് ഉണ്ടാകും. ഇതെല്ലാം പോളിമേഴ്സിൻ്റെ സ്റ്റിഫ്നെസ് കൂട്ടും. ദേ ആർ ദി ബാക്ക് ബോൺ. ഓക്കെ, അപ്പോൾ ഡബിൾ ബോൺസ് കൂടും തോറും എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ചെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് ചെയിൻസ് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയിൻ്റെ ഈസ് ഓഫ് ദ റൊട്ടേഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടും അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. ദാറ്റ് കോസ് ആൻ ഇൻക്രീസ് ഇൻ ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ. And furthermore melting temperature and also the glass transition temperature. Okay. And furthermore the size and type of the side groups. Size and type of side groups. അതായത് ചിലപ്പോൾ പോളിമേഴ്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് വേറെ പോളിമേഴ്സിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ സൈഡ് ബോൺസിനെ നമ്മൾ സൈഡ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്യും. അതൊരു അഡിറ്റീവ് ഏജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യും. സോ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി റൊട്ടേഷണൽ ഫ്രീഡം ഓഫ് ദി അതർ മോളിക്യൂൾസ്. സോ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദി സൈഡ് ഗ്രൂപ്പ്സ് that influence the chain rotational freedom and also the flexibility. And another point is
the bulky and large side groups. Bulky and large side groups that also influence this melting temperature and glass transition temperature, that restricts the molecular rotation. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ melting temperature for the polypropylene, TM for polypropylene, that is higher than the TM for polyethylene. പോളിപ്രോപ്പിലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഏതാണ്ട് 175 ഡിഗ്രി സെൽഷ്യസും പോളിസ്റ്റെയറിൻ്റെ 115 ഡിഗ്രി സെൽഷ്യസും വരും. എന്തുകൊണ്ടാണ് അത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൂടി വന്നിരിക്കുന്നത്? സോ ഇൻ ദ കേസ് ഓഫ് ദി polypropylene, CH3 medial side groups, that is larger than the hydrogen atom that is all found in the polyethylene. That is the presence of the CH3 group. Presence of the CH3 side groups, medial side groups. And another factor is the presence of the polar groups. Polar groups. അത് പറയുമ്പോൾ ക്ലോറിൻ ആകാം, OH ആകാം, CN ആകാം. Okay, that also leads to the significant intermolecular bonding forces. So relatively what happened, there is increase in the melting temperature. പോളിവിനൈൽ ക്ലോറൈഡ് ഒക്കെ ഒരു പോളാർ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ്. ഇനി നമുക്കൊരു ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓരോ മോളിക്കുലാർ വെയ്റ്റും ടെമ്പറേച്ചർ വേഴ്സസ് ഗ്രാഫ്, ദാറ്റ് ഈസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ദി പോളിമർ പ്രോപ്പർട്ടീസ് ആറ്റ് മെൽറ്റിംഗ് and also the glass transition temperature on the molecular weight. Molecular weight നമുക്ക് x-axis മാർക്ക് ചെയ്യാം. Molecular weight temperature y-axis മാർക്ക് ചെയ്യാം. ഇവിടെ 10, 10 raised to 2, 10 raised to 3, 10 raised to 4, 10 raised to 5, 10 raised to 6, etc. Okay. Okay. ഇതായിരിക്കും ഗ്രാഫിൻ്റെ ബിഹേവിയർ. ഇവിടെ ലോവർ മോളിക്കുലാർ റീജിയണും ഇവിടെ ഹയർ മോളിക്കുലാർ വെയ്റ്റ് റീജിയൻസും. പോളിമേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് സോ മെനി മോളിക്യൂൾസ്. So it has the combinations of the molecules of different molecular weights. ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു പോർഷനും, അതായത് ലോ മോളിക്കുലാർ വെയ്റ്റും അതേപോലെ തന്നെ ഹൈ മോളിക്കുലാർ വെയ്റ്റും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലോ മോളിക്കുലാർ വെയ്റ്റിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞത് ഷാർപ്പാണ്. അതായത് ഹയർ മോളിക്കുലാർ വെയ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. So there is a change in the molecular weight or change in the temperature in the case of the lower molecular range is prominent. And higher molecular weight, both the Tg and Tm, they are almost constant. ഓക്കെ, ഈ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഹയർ മോളിക്കുലാർ റീജിയനിൽ കൂടുതലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസും അതേപോലെ തന്നെ റബ്ബർ മെറ്റീരിയൽസും പിന്നെ പാർഷ്യലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും ഹയർ മോളിക്കുലാർ വെയ്റ്റിൻ്റെ റീജിയനിൽ വരുന്നത്. ഇവിടെ ഞാൻ എഴുതാം. റബ്ബർ വരും, പിന്നെ പ്ലാസ്റ്റിക്സ്, ടഫ് പ്ലാസ്റ്റിക്സ്, പിന്നെ ഉള്ളത് പാർഷ്യലി ക്രിസ്റ്റലൈൻ പ്ലാസ്റ്റിക്സ്. ഓക്കെ, ഇനി ഈ ഒരു ഇടയിലുള്ള മോളിക്കുലാർ വെയ്റ്റിൽ നമുക്ക് വിസ്കസ് ലിക്വിഡ്സും അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സും ഇതെല്ലാം ഒരു മിഡിലായിട്ടുള്ള
മോളിക്കുലർ വെയ്റ്റിൽ വരും. വിസ്കസ് ലിക്വിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ലോ മോളിക്കുലർ വെയ്റ്റിൽ മൊബൈൽ ആയിട്ടുള്ള ലിക്വിഡ്സ്, ഹൈലി മൊബൈൽ ലിക്വിഡ്സ്. പിന്നെ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ദ മെൽറ്റിംഗ് ഓഫ് ദി പോളിമർ ടേക്സ് പ്ലേസ് ഓവർ ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. മെൽറ്റിംഗ് ഓഫ് ദി പോളിമർ ടേക്സ് പ്ലേസ് ഓവർ ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നടക്കുന്നത് ഓവർ ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ഒരു പർട്ടിക്കുലർ TM അല്ല. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. range of temperature. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു പർട്ടിക്കുലർ TM അല്ല അവിടെ സംഭവിക്കുന്നത്, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ദ പോളിമർ ഈസ് കമ്പോസ്ഡ് ഓഫ് വെറൈറ്റി ഓഫ് മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്കുലർ വെയ്റ്റ്. സോ ദിസ് TM that is obviously depends on the molecular weight, depends on molecular weight. And the degree of branching, is also affect this TM. Degree of branching. അതേപോലെ തന്നെ the introduction of the side branches. Introduction of side branches. These two affect this melting temperature of the polymers. What happened by the introduction of the side branches that introduce ഒരു സൈഡ് ബ്രാഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു വേക്കൻസീസോ അല്ലെങ്കിൽ ഡിഫക്റ്റോ ഫോം ചെയ്യപ്പെടുന്നു. ദാറ്റ് ലോവേഴ്സ് ദി melting temperature. And another factor is density. High density polymers have higher TM compared with the low density polymers. പോളിയെഥിലീൻ എന്ന് പറഞ്ഞത് ഒരു ഹൈ ഡെൻസിറ്റി പോളിമർ ആണ്. അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒരു 137 ഡിഗ്രി സെൽഷ്യസ് വരും. പക്ഷേ പോളിയെഥിലീൻ എന്ന് പറഞ്ഞത് ഒരു ലോ ഡെൻസിറ്റി പോളിമറാണ്. ഒരു 115 ഒക്കെ അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറൊക്കെ വരുന്നുള്ളൂ, കാരണം അതിന് ബ്രാഞ്ചസ് കുറവാണ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് അപ്പോൺ ഹീറ്റിംഗ് ത്രൂ ദിസ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ദിസ് അമോർഫസ് പോളിമർ ട്രാൻസ്ഫോംസ് ഫ്രം ദി റിജിഡ് ടു ദി റബ്ബറി സ്റ്റേറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടിയാണ് ഗ്ലാസി നേച്ചർ അല്ലെങ്കിൽ റബ്ബറി നേച്ചറിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ റിജിഡായിട്ടുള്ള ഫോമിൽ നിന്നും അത് റബ്ബറി സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നത്. കറസ്പോണ്ടിംഗ്ലി വാട്ട് ഹാപ്പൻസ്? ദ മോളിക്യൂൾസ് ദാറ്റ് ആർ വെർച്വലി ഫ്രോസൺ, അതായത് സോളിഡിൽ നിന്നും ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റബ്ബറി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു വെർച്വലി ഫ്രോസൺ ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും that begins to experience rotational and translational motions above TG. അതായത് ബിലോ TGയിൽ മോളിക്യൂൾസ് എല്ലാം ഒരു ഫ്രോസൺ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ നമ്മൾ TGനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്യപ്പെടും. സ്വാഭാവികമായും റൊട്ടേഷൻ കൂടുതൽ ഈസി ആകും. സോ ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും, അതേപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാകും. Thus the value of TG depends on the molecular characteristics. Depends on the molecular characteristics. That in turn depends on the chain stiffness. And keep it in mind that most of these factors that influence are same in the case for the TG and TM. Okay, and
And another important point is that the chain flexibility. And the chain flexibility is decreased, and this glass transition temperature is increased. That is the flexibility, chain flexibility is decreased when Tg is increased. Some of the factors that depends on this chain flexibility. What are they? Side groups, bulky ആയിട്ടുള്ള side groups നമ്മൾ ആഡ് ചെയ്യുന്നു. bulky side groups, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ polar groupsന്റെ presence, പിന്നെ double bonds മാത്രമല്ല aromatic bondsഉം കൂടിയുണ്ട്. aromatic bonds and branching. പിന്നെ അതേപോലെ തന്നെ മോളിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. മോളിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദി amorphous polymers are cross-linked. So this cross-links restricts the molecular motion. പിന്നെ നമുക്ക് ടി ജിനെയും ടി എമ്മിനെയും കൂടി ഒന്ന് ഇൻ്റർ കണക്ട് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് ടി ജി വാല്യൂ lies between 0.5 tm and 0.8 tm. ഇപ്പോൾ ടി എം മെഷർ ചെയ്യുന്നത് ഇൻ കെൽവിനിലാണെങ്കിൽ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ലൈസ് ബിറ്റ്വീൻ ദി 0.5 times of the melting temperature and 0.8 times of the melting temperature, where T is in Kelvin. Okay.